പുനർജീവൻ അടുത്തല്ലോ ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് നീതിയായി ഫലമേകും മാരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നെ വിശ്വസിച്ചവരാ മടിയാരെ ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്രോട് എന്റെ അടിയാറായി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവരെ മഹത്വത്തിന്റെ വെള്ളത്തിലേക്ക് ധരിപ്പിക്കുന്നതിനായുള്ളവേ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന്റെ സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെ അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്കും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരവരുളണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരവരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരികെയും ചെയ്യണമേ. ഒരു ചടങ്ങ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കണേ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മനുഷ്യരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ പറയുന്നത്. മനുഷ്യരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളുടെ പ്രസംഗം മനുഷ്യ ഉയർത്തുന്നില്ല എന്ന് ദൈവം ഉയർത്തിയിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മനുഷ്യ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം നടത്തുന്നത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുപോയി നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യനും അർത്ഥന്മാരത്രേ. കർത്താവെ, കൃപ ചെയ്യണമെന്ന് അർത്ഥമുള്ള കുറിയേലായിസോ എന്ന പരിപാടിക്കുമായിട്ടല്ല. കുറിയേലായിസോ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ദോഷമായിട്ടൊന്നുമെന്നോ എന്നെ നാഥൻ ചെയ്യയില്ല. ദോഷമായിട്ടൊന്നുമെന്നോ എന്നെ നാഥൻ ചെയ്യയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമെന്ന കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ.
ജീവിത സാഹചര്യങ്ങളിലും വേണ്ട ആലോചനകൾ തന്നെ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേർപാടിന്റെ സങ്കടങ്ങളുടെയും നടുവില് അവിടുന്ന് കൂടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലായ്പ്പോഴും കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെ എല്ലാവരെയും സമയത്ത് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും ഒക്കെ കൊടുത്ത് അവിടുന്ന് പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ദീർഘവർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാനും ഒക്കെ നിന്റെ ദാസനെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ കുറേ വർഷങ്ങൾ താമസിക്കാനുള്ള അവകാശവും പദവിയും അവിടുന്ന് കൊടുത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ, സ്വർഗീയമായ ഭവനത്തിലേക്ക് അവിടുന്ന് വിളിച്ചിരിക്കാതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ദാസങ്ങൾ കൂടെ ഞങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല മാതൃകകൾക്കായിട്ടും എല്ലാ സേവനങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, നല്ല മാതൃകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, ക്ഷണികമാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ദാസന്റെ പെട്ടെന്നുണ്ടായ മരണത്തില് ലഭിച്ചും ദുഃഖിച്ചിരിക്കുന്നവരായ എന്റെ മക്കളുടെ മേൽ അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ തൊട്ട് അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ മരണം ഒരു അവസാനമല്ലെന്നും മരണത്തിന്റെ അപ്പുറത്തായിട്ട് ഒരു ജീവിതമുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനാണ് ഞങ്ങൾ സ്തുതിക്കുന്നു. ആ വലിയ പ്രത്യാശയിൽ നിലനിൽക്കത്തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. കർത്താവെ, അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് അവിടുന്ന് ശേഷിപ്പിച്ചിരിക്കുന്നതാണ് സ്തോത്രം. ആ വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിൽക്കത്തക്കവണ്ണം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാലും ഒരു നാളും മരിക്കയില്ലെന്ന് അവിടുന്ന് അറിയിച്ചു തരുമല്ലോ. ഈ വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയപ്പെട്ട എല്ലാവരെയും പേരുപേരായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നീ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയണമേ. അവരുടെ ആകുലതകളെയും അവരുടെ വിഷമങ്ങളെയൊക്കെ മാറ്റി സന്നിധിയിലേക്ക് വിളിക്കുവാൻ ഓർക്കുവാനിടയാക്കണമേ. കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് എന്റെ ദാസനെ സന്നിധിയിലേക്ക് വിളിച്ചു. ഞങ്ങളെല്ലാവരും ഇതുപോലെ ഓരോരോ ദിവസങ്ങളിൽ ഈ ലോകം വിട്ട് പോകേണ്ടവരാണെന്ന് ഇപ്പോഴും ഓർക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അതുകൊണ്ട് കർത്താവെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ആയുസ് ക്ഷണികമാണെന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കാനും ജീവിതം നല്ല നിലയിൽ നയിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസനെ ഈ ഞങ്ങൾക്ക് ദാനം ചെയ്താണ്. ഇപ്പോൾ അവിടുത്തെ ദാനം അവിടുന്ന് തിരിച്ചെടുത്തു എന്ന് ഓർക്കുവാൻ ഇടയാക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടെ എന്ന് യോബ് പറഞ്ഞതുപോലെ നിന്റെ മക്കളും അപ്രകാരം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ഇടയാക്കണമേ. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് നിത്യതയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നും അവിടെ സന്തോഷത്തിൽ ജീവിക്കാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു, ഇനി ഒരിക്കലും തിരികെ വരികയില്ല. എന്നാൽ ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിയുമെന്നുള്ളത് ഓർത്ത് അതിൽ ആശ്രയിക്കുവാൻ പ്രത്യാശയിൽ നിലനിൽപ്പാൻ ഇടയാക്കി തീർക്കണമേ. ഭവനത്തിലുള്ള എല്ലാവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ദിവ്യമായ സമാധാനം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. അവരെല്ലാം നീ ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഇതുവരെ അവിടുന്ന് കൂടെ ഇരുന്നതിനായി സ്തോത്രം. തുടർന്ന് കർത്താവെ, ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വെക്കുമ്പോഴും കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തീർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥാനത്തും ദൈവമഹത്വം ദർശിപ്പാനും കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിപ്പാനും നീ ഞങ്ങളെല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ബഹുമാനവും മഹത്വമൊക്കെ അവിടുന്ന് എടുക്കണമേ. നന്മകളാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സകല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിക്ക് വരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കാതെ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിക്കണമേ. മഹത്വവും സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ കൃപയനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു
എൻ സ്വദേശം കാൺമതിന് ബദ്ധപ്പെട്ടോടിടുന്നു. ഉണരുമ്പോൾ ഭാഗ്യമുള്ള